ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് പാവയ്ക്ക തോരനാണ്. ഒട്ടും തന്നെ കയ്പില്ലാതെയാണ് ഞാനിവിടെ ഈ പാവയ്ക്ക തോരൻ തയ്യാറാക്കുന്നത്. അപ്പോൾ പാവയ്ക്കയിലെ കയ്പിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്ന് അറിയത്തില്ലാത്തവരൊക്കെ ഇതൊന്ന് കണ്ടു നോക്കുക. അതിനുശേഷം പാവയ്ക്ക നല്ല ടേസ്റ്റി ആയിട്ട് എല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. തോരൻ തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ പാവയ്ക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ 3 പാവയ്ക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് പൊടിയായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം. എത്രത്തോളം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അടുത്തതായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പുപൊടിയാണ്. 1.5 ടീസ്പൂൺ ഉപ്പുപൊടിയാണ് ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്തത് ടീസ്പൂണിലാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് വിനാഗിരിയാണ്. 1.5 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് കേട്ടോ ഞാൻ ഈ 3 പാവയ്ക്കയിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന വിനാഗിരി. ഇതിലെ വിഷാംശമൊക്കെ മാറി കിട്ടുന്നതിനായിട്ടാണ് ഈ വിനാഗിരി ചേർക്കുന്നത്. ഇത് വളർത്തിയെടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതിൽ കീടനാശിനികളൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് വിനാഗിരി ചേർക്കുന്നത്. അപ്പോൾ അതെല്ലാം ചേർത്തതിന് ശേഷം ഇതുപോലെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലൊന്ന് തട്ടിപ്പൊത്തി വെക്കുക കേട്ടോ. ഒരു 10-15 മിനിറ്റ് നേരത്തേക്കെങ്കിലും ഇതുപോലൊന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കണം. ഒരു 15 മിനിറ്റ് നേരം കഴിയുമ്പോഴേക്കും നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്നുകൂടെ നന്നായിട്ട് ആദ്യം ചെയ്ത പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വീണ്ടും ഒരു 15 മിനിറ്റ് കൂടി ഇതുപോലൊന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ വെച്ചിരുന്നിട്ട് ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇത് പിഴിഞ്ഞെടുക്കുന്നത് വഴിയാണ് ഇതിൻ്റെ കയ്പിൻ്റെ ടേസ്റ്റൊക്കെ മാറി കിട്ടുന്നത്. ഇതുപോലെ നമ്മുടെ കൈ കൊള്ളുന്ന ഒരളവിലെടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിൻ്റെ നീരങ്ങ് പിഴിഞ്ഞ് കളയുക. അങ്ങനെയാണ് ഇതിൻ്റെ കയ്പിൻ്റെ ടേസ്റ്റൊക്കെ ഞാൻ മാറ്റിയെടുക്കുന്നത്. അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പാവയ്ക്കയുടെ നീര് മുഴുവനും മാറ്റിയതിന് ശേഷം ഇത് ഞാനിപ്പോൾ മറ്റൊരു ബൗളിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണിപ്പോൾ നമുക്ക് പാവയ്ക്ക കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് പാവയ്ക്ക തോരൻ തയ്യാറാക്കി തുടങ്ങാം. അതുപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെ ഈ പാവയ്ക്കയുടെ നീര് പിഴിഞ്ഞ് കളഞ്ഞ് കുക്ക് ചെയ്തെടുക്കാനായിട്ട് താല്പര്യമില്ലാത്തവരുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് കൂടി ഞാനിതിൽ പറയുന്നുണ്ട്. അതിനായിട്ട് ചൂടുകട്ടിയുള്ള ഒരു പാത്രം ചൂടാക്കി അതിലോട്ട് 3 സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തീയൊക്കെ കുറച്ച് വയ്ക്കുക. ഒരു 10 മിനിറ്റോളം നമുക്ക് ഈ പാവയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കണം. ഫ്ലെയിം കുറച്ച് വയ്ക്കുന്ന കാര്യം മറന്നു പോകരുത്. അപ്പോൾ ഇത് വഴറ്റിയെടുക്കുന്നത് ഏകദേശം ഇതിൻ്റെ കളർ ഒരു ഗോൾഡൻ കളറിലോട്ട് മാറുന്നിടം വരെയാണ്. അപ്പോൾ ഗോൾഡൻ കളറിലോട്ട് മാറുന്നിടം വരെ ഇത് വഴറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു കയ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒരു പരിധി വരെ കുറഞ്ഞു കിട്ടും. നമ്മൾ പിഴിഞ്ഞ് കളയുന്ന അത്രയും കുറയില്ല, എങ്കിലും ഒരു പരിധി വരെ തീർച്ചയായിട്ടും കയ്പിൻ്റെ ടേസ്റ്റ് മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് ഇതിൻ്റെ നീര് പിഴിഞ്ഞ് കളഞ്ഞ് കറി തയ്യാറാക്കാനായിട്ട് താല്പര്യമില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിലോട്ട് ബാക്കിയുള്ള ചേരുവകളും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തേങ്ങ മുഴുവനായിട്ടും ചിരണ്ടി എടുത്തിട്ടുള്ളതാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത്, 6 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. ഇനി ഇതിലോട്ട് മെയിനായിട്ട് ചേർക്കേണ്ടത് ഇഞ്ചിയാണ് കേട്ടോ. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി പാവയ്ക്ക തോരനിലോട്ട് മറക്കാതെ ചേർക്കണം. പിന്നെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടെ ചേർക്കുക. അപ്പം നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുള്ള പാവയ്ക്ക ആയതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് പൊടി ചേർത്താൽ മതി. നിങ്ങൾ പിഴിഞ്ഞിട്ടുള്ളതല്ലെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലതായിട്ട് മിക്സായി വരത്തക്ക വിധത്തിൽ ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തവി കൊണ്ട് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വയ്ക്കുക. ഈ ഒരു രീതിയിലാണ് തട്ടിപ്പൊത്തി വയ്ക്കുന്നത്. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ച് കൊടുക്കണം എന്നുള്ള കാര്യം മറക്കണ്ട. ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും തേങ്ങയുടെ കളറും ഇതുപോലെ ഗോൾഡൻ കളറിലോട്ട് മാറി തുടങ്ങും. ഇനി നന്നായിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് തട്ടിപ്പൊത്തി വയ്ക്കുന്നതിന് പകരം ഇതുപോലെ നന്നായിട്ട് നിരത്തിയിട്ട് കൊടുക്കണം. ഒന്നുകൂടെ കറി ഒന്ന് ഡ്രൈ ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ നിരത്തിയിട്ട് കൊടുക്കുന്നത്. ഒരു 5 മിനിറ്റ് കൂടി ഇതുപോലെ നിരത്തിയിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഒട്ടും കയ്പിൻ്റെ ടേസ്റ്റ് ഒന്നും ഇല്ലാതെയാണ് ഞാനിവിടെ ഈ തോരൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടത്തെ നിങ്ങൾക്ക് ഒടിക്കുന്ന പയർ അല്ലെന്നുണ്ടെങ്കിൽ പൊളിക്കുന്ന പയർ, ക്യാരറ്റ് ഇവയൊക്കെ ചേർത്തും ഇത് കൂടുതൽ ടേസ്റ്റി ആക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്തി ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക.